പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിന്റെ അന്വേഷണ ചുമതല ഫറൂഖ് ACP സാജു K എബ്രഹാമിന് ലഭിച്ചിരിക്കുന്നു. പരാതി കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന യുവതിയുടെ ആരോപണത്തിനു പിന്നാലെയാണ് ഇപ്പോൾ ചുമതല മാറ്റമുണ്ടായിരിക്കുന്നത്. അന്വേഷണത്തിനായി 7 അംഗ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. കേസിൽ പ്രതിയായ രാഹുലിന്റെ വിശദമായ മൊഴി അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും. ദീപക് മലയമ്മ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, രാഹുലിനെ കാണാനില്ല എന്നാണ് രാഹുലിന്റെ അമ്മ പറയുന്നത്. രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നു കളയാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ അലി അക്ബർ ഷായോട് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞിരുന്നു. യുവതിയുടെ പരാതി വന്നതിനു ശേഷം പോലീസ് നിഷ്ക്രിയമാണ് എന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണോ ACPക്ക് അന്വേഷണ ചുമതല നൽകിക്കൊണ്ടുള്ള ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്? അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. അതായത് പന്തീരാങ്കാവ് SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കൃത്യമായി ഈ കേസിൽ അന്വേഷണം നടത്തിയില്ല എന്നുള്ള ആരോപണം നേരത്തെ തന്നെ പെൺകുട്ടി ഉന്നയിച്ചതാണ്. ഒപ്പം തന്നെ പെൺകുട്ടിയുടെ പിതാവ് ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഫറൂഖ് ACP സാജു K എബ്രഹാമിനെ അന്വേഷണ ചുമതല നൽകിക്കൊണ്ട് പ്രത്യേക 7 അംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. അതിൽ പന്നിയങ്കര IP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. അതേസമയം തന്നെ പന്തീരാങ്കാവ് SHO ഇതിലില്ല എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളത് പ്രത്യേകം കാണണം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായി എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ അത് സംബന്ധിച്ചുള്ള അന്വേഷണവും നടത്തുമെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതേസമയം തന്നെ ഇന്നലെ ഉച്ച മുതൽ രാഹുലിനെ കാണാനില്ല എന്നുള്ളതാണ് വീട്ടുകാരുടെ പ്രതികരണമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നലെ ഉച്ച മുതൽ ഫോൺ ഉൾപ്പെടെ സ്വിച്ച് ഓഫ് ആണ്. എവിടേക്കാണ് പോയതെന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയില്ല എന്നുള്ളൊരു വിശദീകരണം അവർ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് അല്പസമയം മുൻപ് നമ്മൾ ACPയുമായി വീണ്ടും സംസാരിച്ചിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ആദ്യഘട്ടത്തിൽ പറവൂരിലെത്തി പെൺകുട്ടിയുടെ മൊഴി ശേഖരിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അത്തരം പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫറൂഖ് ACP ഒപ്പം തന്നെ 7 അംഗ അന്വേഷണ സംഘം എന്നുള്ളതാണ് ആ ടീമിന്റെ പ്രത്യേകത. അതുകൊണ്ട് അങ്ങനെ ഒരു മൊഴി രേഖപ്പെടുത്തുന്ന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കൂടുതൽ ഈ രാഹുലിന്റെ വീടുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക എന്നുകൂടി മനസ്സിലാക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി തുടർ നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നപരിഹാരം സാധ്യമാക്കുക എന്നുള്ളത് പോലീസിന്റെ കൂടി അഭിമാനത്തിന്റെ പ്രശ്നമായി ഈ ഒരു ഘട്ടത്തിൽ മാറുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദീപക്കാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അന്വേഷണ ചുമതല ACPക്ക് കൈമാറിയിരിക്കുന്നു. 3 പ്രധാനപ്പെട്ട കുറ്റങ്ങളാണ് രാഹുലിനെതിരെയുള്ളത്. 1 ഗാർഹിക പീഡനം, 2 വധശ്രമം, 3 നേരത്തെ 2 യുവതികളെ വിവാഹം കഴിച്ച് രജിസ്റ്റർ ചെയ്ത് പറ്റിച്ച വിവാഹ തട്ടിപ്പ്. ഇത് 3മുണ്ട് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളായി. സ്വാഭാവികമായും പോലീസ് അത് അന്വേഷിക്കും. രാഹുൽ കുറ്റക്കാരനാണ് എന്നത് ഏകദേശം രക്ഷിതാക്കളുടെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാണ്. ഇനി അത് അന്വേഷണത്തിലൂടെയാണ് ബോധ്യപ്പെടേണ്ടത്. രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഏത് നിമിഷവും നമ്മളത് പ്രതീക്ഷിക്കാം. പക്ഷേ രാഹുൽ വീട്ടിലില്ല, രാഹുൽ ഒളിവിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന.